ഏവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം പരിശുദ്ധാത്മാവിൻ്റെ ചെവിക്കല്ല് പൊട്ടിക്കുന്നത് പോലെ ദയവായി ആത്മാവിൻ്റെ നിറവിൽ എന്ന പ്രഹസനത്തിൽ അലറുകയും അമറുകയും ചെയ്യരുത് എന്ന ഒരു എളിയ അഭ്യർത്ഥന ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കിട്ടതിനോട് പലരും പ്രതികരിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഇടയിൽ ഒരു ആശയം അവതരിപ്പിക്കുമ്പോൾ ആ അവതരണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള വസ്തുതകൾ, വാദമുഖങ്ങൾ വേണ്ടതുപോലെ പരിഗണിക്കാതെയാണ് പലരും പ്രതികരിക്കുന്നത്. വെളിപ്പെടുത്തുന്ന സത്യങ്ങളെ സ്വീകരിക്കാൻ മനസ്സില്ലാത്തവർ അവയെ എപ്രകാരമാണ് ചെറുക്കേണ്ടത് എന്ന് മാത്രം അന്വേഷിക്കുകയും അതിലുള്ള മുടന്തൻ ന്യായങ്ങൾ മാത്രം തിരഞ്ഞ് പെറുക്കി അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവതരിപ്പിക്കുകയും ചെയ്യും. അത് മനുഷ്യ സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, അല്ലെങ്കിൽ ചാബല്യമാണ്. സത്യത്തെ ചെറുക്കുക എന്നുള്ളത് മനുഷ്യ സ്വഭാവത്തിൽ എക്കാലത്തും പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു മർമ്മം തന്നെയാണ്. ഞാൻ ആ ഒരു ബലഹീനതയ്ക്ക് അതീതനാണ് എന്ന അവകാശം എനിക്കില്ല. എന്നാൽ അത് ഒരു മാനുഷികമായ ബലഹീനതയാണ് എന്ന് തിരിച്ചറിയുകയും കഴിയുന്നത്രയും ആ ബലഹീനതയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ എനിക്ക് പൂർണ്ണ വിജയം കൈവരിക്കാൻ സർവശക്തനായ ദൈവമേ എന്നെ സഹായിക്കണമേ. സഹായിയായ പരിശുദ്ധാത്മാവിനെ അവിടുന്ന് നൽകിയത് ഇങ്ങനെയുള്ള മനുഷ്യൻ്റെ അവസ്ഥകൾക്ക് ആശ്വാസമായി തീരേണ്ടതിനാണല്ലോ എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഉള്ളടക്കത്തോട് പ്രതികരിക്കുന്നു എന്ന വിധത്തിൽ എനിക്ക് ലഭിച്ചിട്ടുള്ള 2 പ്രതികരണങ്ങൾ, 3 പ്രതികരണങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി. എൻ്റെ ആശയം അത് 100% സുവിശേഷങ്ങളെ ആശ്രയിച്ചായിരുന്നു. അല്ല എന്നാരും അഭിപ്രായപ്പെടുന്നില്ല, അഭിപ്രായപ്പെടാൻ സാധ്യവുമല്ല. അതിനെനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. അപ്പോൾ ലഭിച്ച 3 പ്രതികരണങ്ങൾ വസ്തുനിഷ്ഠമായി വേദപുസ്തക വെളിച്ചത്തിൽ മാത്രം പരിഗണിക്കുക എന്നതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. ആമുഖം ദീർഘിപ്പിക്കാതെ ഞാൻ നമ്മുടെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഏബ്രഹാം കുഞ്ചാണ്ടി എന്ന് പറയുന്ന സഹോദരൻ ഇപ്രകാരമാണ് ആ വീഡിയോയോട് പ്രതികരിച്ചിരിക്കുന്നത്. എൻ്റെ അപ്പച്ച, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഒരു മനുഷ്യനെ കളിപ്പിക്കുന്ന രാഷ്ട്രീയക്കാരൻ നിങ്ങളുടെ നാട്ടിൽ വന്നാൽ അയാളെ ജനങ്ങൾ അലറി വിളിച്ച് സ്വീകരിക്കുന്നില്ലേ? എന്നാൽ എല്ലാവർക്കും ഈ അണ്ഡകടാഹങ്ങൾ നിർമ്മിച്ച രാജാധിരാജൻ ഞങ്ങളുടെ നടുവിൽ വരുമ്പോൾ ഞങ്ങൾ അലറി വിളിക്കുന്നതിന് അപ്പച്ചൻ എന്താണ് കുഴപ്പം? അപ്പച്ച, ഞാൻ കഴിക്കുന്ന അപ്പിളി രുചി അപ്പച്ചൻ അറിയാമോ? അപ്പച്ചന് വെള്ളമിറക്കാനേ പറ്റൂ. നല്ല ബുദ്ധി അപ്പച്ചന് ദൈവം തരട്ടെ. ഇതാണ് ഒരു പ്രതികരണം. അപ്പോൾ അപ്പച്ച അപ്പച്ച എന്ന് അബ്രഹാം കുഞ്ഞാണ്ടി എന്നെ വിളിക്കുന്നത് ബഹുമാന പുരസ്സരമാണ് എന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് ഒരു പ്രത്യേകമായ കൂപ്പുകയും. അപ്പം അദ്ദേഹത്തിൻ്റെ വാദമുഖം പറയുന്നത്, രാഷ്ട്രീയക്കാർ വരുമ്പോൾ ഞങ്ങൾ അലറി കൂവി വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയക്കാരെക്കാളൊക്കെ വളരെ ഉയർന്നു നിൽക്കുന്ന ദൈവം ഞങ്ങളുടെ മധ്യത്തിൽ വരുമ്പോൾ ഞങ്ങൾ കൂവി വിളിക്കും. അപ്പൊ മുതിർന്നൊരു രാഷ്ട്രീയക്കാരനാണ് സർവശക്തനായ ദൈവം എന്നതാണ് അദ്ദേഹത്തിൻ്റെ സങ്കല്പം. ആ സങ്കല്പം ഉള്ളിൽ താലോലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയുന്ന ഒരാശയവും അങ്ങോട്ട് തള്ളിക്കയറുവാൻ സാധ്യമല്ല എന്നത് വളരെ വളരെ പ്രകടമാണ്, സ്പഷ്ടമാണ്. എങ്കിലും ഒരു കാര്യം ഞാൻ ഈ പ്രിയപ്പെട്ട സഹോദരൻ ഏബ്രഹാം കുഞ്ചാണ്ടി
അവിടെ പറയട്ടെ. അതായത് ഒരു രാഷ്ട്രീയക്കാരൻ വരുമ്പോൾ മനുഷ്യൻ അലറി വിളിക്കുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അതൊരു താരിപ്പാണ്, അർത്ഥശൂന്യമായ ഒരു താരിപ്പാണ്. 2, അത് വൈകാരികം മാത്രമാണ്. അതിൽ യാതൊരു സത്യമോ നീതിയോ ഉണ്ടാകണമെന്നില്ല. ഇപ്പൊ കുഞ്ഞാണ്ട് തന്നെ പറയുന്നത്, മനുഷ്യനെ കളിപ്പിക്കുന്ന രാഷ്ട്രീയക്കാർ വരുമ്പോൾ ഞങ്ങൾ അലറി വിളിക്കാറുണ്ട്. അപ്പൊ തീർച്ചയായും അങ്ങനെ രാഷ്ട്രീയക്കാർ വരുമ്പോൾ കൂകി അലറി വിളിക്കുന്നവർ അത് അവർക്ക് ലഭിച്ച മേൽത്തരമായ അനുഭവങ്ങളുടെ മാഹാത്മ്യത്താൽ ഉത്തേജിപ്പിക്കപ്പെട്ട് അതിൽ കൂടെ അലറി വിളിക്കുന്നതല്ല. ആത്മാർത്ഥതയില്ലാതെ ഉള്ളുപൊള്ളയായതുകൊണ്ട് മറ്റുള്ളവരെ വല്ല വിധത്തിലൊന്ന് സൂചിപ്പിക്കണം എന്ന ഒരു താല്പര്യത്തിൽ വൈകാരികമായി മാത്രമാണ് ഇപ്രകാരം അലറി വിളിക്കുന്നത്. പിന്നെ അതൊരു താരിപ്പും കൂടെയാണ്. നമുക്കറിയാം, ഉള്ളു പൊള്ളയാണെങ്കിൽ, ഞാനിത് ആ വീഡിയോയിൽ തന്നെ പറഞ്ഞ കാര്യമാണ്, നമുക്ക് വേണ്ടതായിട്ട് ഉൾക്കാമ്പില്ലാത്തൊരു സാഹചര്യത്തിൽ ആ പാപ്പരത്വം, ആ പട്ടിണി, ആ നഗ്നത മറയ്ക്കാനായി നമ്മുടെ കയ്യിലുള്ള ഏക ആയുധമാണ് ഇങ്ങനെ ഒരു ശബ്ദത്തിൽ അലറി വിളിച്ച് ഇങ്ങനെ ഒരു ശബ്ദം ഉണ്ടാക്കുക, ഒരു പ്രതികരണം നടത്തുക എന്നുള്ളത്. ഇത് വാസ്തവത്തിൽ മതത്തിൻ്റെ മേഖലയിൽ വരുമ്പോൾ ഇത് വൈകാരികമായ ഒരു അഡിക്ഷനാണ്. അഡിക്ഷൻ എന്ന് പറയും, നമുക്കറിയാവുന്നല്ലോ, ലഹരി മരുന്ന് കഴിക്കുന്ന അഡിക്ഷൻ അത് തന്നെയാണ്. അപ്പോൾ ഏതെങ്കിലും അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇങ്ങനെ അലറി വിളിക്കുന്നത്. ദൈവം ഞങ്ങളുടെ ഇടയിൽ വന്നു എന്ന് പറയുമ്പോൾ അതിന് ആധികാരികമായ ഒരു വസ്തുതയും അവതരിപ്പിക്കാനില്ല. നമുക്കറിയാം, ദൈവം എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, പുറപ്പാട് പുസ്തകത്തിൽ മിസ്രൈമിലായിരുന്ന ജനത്തിൻ്റെ അരിഷ്ടത ഞാൻ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം മോശയുടെ സമീപത്ത് വരുമ്പോൾ അവിടെ ഒരു വലിയ മാറ്റം സംഭവിക്കുക. നിങ്ങൾ സുവിശേഷത്തിൽ പ്രത്യേകിച്ച് നിങ്ങൾ ഒന്ന് പരതി നോക്കിയാൽ ദൈവം എവിടെയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടോ അവിടെ വലിയൊരു രൂപാന്തരം സംഭവിച്ചിട്ടുണ്ട്. അത് സത്യസന്ധമായൊരവസ്ഥയാണ്. അതൊന്നുമില്ലാതെ ഒരു ശബ്ദകോലാഹലങ്ങൾ കൊണ്ട് രാഷ്ട്രീയക്കാരിൽ വലിയൊരു മുതിർന്ന രാഷ്ട്രീയക്കാരനായ ദൈവം ഞങ്ങളുടെ മധ്യത്തിൽ വന്നിരിക്കുന്നതോട് ഞങ്ങൾ അലറി വിളിച്ച് അടങ്ങും എന്ന് ഈ എബ്രഹാം കുഞ്ഞാണ്ടി നിർബന്ധം പിടിക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തോട് സ്നേഹവസണമായൊരു കൂപ്പുകയല്ലാതെ ഒന്നും നൽകാനില്ല. അപ്പം എനിക്ക് നല്ല ബുദ്ധി, എനിക്കത് പറഞ്ഞാൽ അപ്പച്ചനായ എനിക്ക് നല്ല ബുദ്ധി ദൈവം തരട്ടെ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ അത് അദ്ദേഹം പ്രാർത്ഥിക്കുകയല്ല, പിന്നെ ഏതോ ചെയ്യുകയാണ് എന്ന് അദ്ദേഹത്തിനും അറിയാം, നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് കൊടുക്കുന്ന വില ഇതാണ്, പരിശുദ്ധാത്മാവിന് കൊടുക്കുന്ന വില ഒരു മൂത്ത രാഷ്ട്രീയക്കാരൻ്റെ വിലയാണ്. ഇതാണ് നമ്മുടെ അവസ്ഥ എന്നത് ഒന്ന് തിരിച്ചറിയണം എന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു ഉദാഹരണം, നമ്മുടെ എല്ലാം മുൻപിൽ ഇപ്പോൾ ഉള്ള ഉദാഹരണം ഒന്ന് പരാമർശിക്കുന്നത്. ഇനിയും രണ്ടാമതായി ലഭിച്ച ഒരു പ്രതികരണം സജി പൗലോസ് എന്ന വ്യക്തിയുടേതാണ്. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പോയാൽ ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് ഇംഗ്ലീഷിലാണ്, ഞാനത് വായിക്കട്ടെ. വിത്ത് ഡ്യൂ റെസ്പെക്ട് ഡിസഗ്രി വിത്ത് യു സർ. അപ്പോൾ എന്നെ അപ്പച്ച എന്നല്ല വിളിക്കുന്നത്, സർ എന്നാണ് വിളിക്കുന്നത്. പ്ലീസ് റീഡ് ആക്ട്സ് 2:1-15. അപ്പോസ്തലരുടെ പുസ്തകം 2-ാം അധ്യായം 1-15 വരെ വായിക്കുക, കെയർഫുള്ളി സൂക്ഷിച്ച് വായിക്കുക. 2-ാം വാക്യം പറയുന്നത്, സഡൻലി there came from heaven a sound like a mighty rushing wind and it filled the entire house. ഞാൻ ആ ഭാഗം വായിച്ച് നമുക്ക് ഒന്ന് പരിശോധിക്കാം. And they were all filled with the Holy Spirit and began to speak in other tongues. And at the sound the multitude came together, and Peter said, for those people are not drunk as you suppose. നമുക്ക് ആ ഭാഗം ഒന്ന് വേദപുസ്തകത്തിൽ തന്നെ ഒന്ന് വായിച്ച് എന്താണ് അവിടെ കാണുന്നത് എന്ന് മനസ്സിലാക്കാം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു.
പെട്ടെന്ന് ഒരു കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്നൊരു മുഴക്കമുണ്ടായി. ആകാശത്ത് നിന്ന് മുഴക്കമുണ്ടായി. അതിന് പകരം നമ്മുടെ ഇടയിൽ ഈ ആത്മാവ് നിറഞ്ഞു എന്ന് പറയുന്ന ആളുകൾ ആകാശത്ത് നിന്ന് ഒരു മുഴക്കവും വരാത്തത് കൊണ്ട് അവരിടി വെട്ടുന്നത് പോലെ അമറുകയാണ്. ഇത് രണ്ടും ഒന്നല്ല സഹോദര. പ്രിയപ്പെട്ട സജി പൗലോസെ മനസ്സിലാക്കുക. ആകാശത്ത് നിന്ന് ഇടിമുഴക്കം പോലെ ശബ്ദം വന്നാൽ നിങ്ങൾ അലറിക്കും, എനിക്ക് യാതൊരു പ്രയാസവുമില്ല. പക്ഷെ ആകാശം നിശബ്ദമായിരിക്കുമ്പോൾ നിങ്ങൾ നിശബ്ദമായിരുന്ന ദൈവത്തെ ആരാധിക്കുവാൻ, അന്വേഷിച്ചറിയുവാൻ ശ്രമിക്കണം. അപ്പോൾ ഇപ്പൊ പിന്നെ കൊടുങ്കാറ്റടിക്കുന്നത് ഒരു ശബ്ദം. ഇപ്പൊ കാറ്റടിക്കുക, അത് വളരെ ശ്രദ്ധിക്കണം. ഞാൻ പറയാൻ പോകുന്ന ആശയം സജി പൗലോസും എന്നെ കേൾക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് കാറ്റിന് അതിൽ തന്നെ ശബ്ദമില്ല, അത് ശാസ്ത്രമാണ്, അതല്ലെന്ന് ആർക്കും പറയാൻ സാധ്യമല്ല. പക്ഷെ കാറ്റിന് ശബ്ദമുണ്ട് എന്ന് തോന്നുന്നത് എപ്പോഴാണ്? കാറ്റിനെ പ്രതിരോധിക്കുമ്പോഴാണ്. റെസിസ്റ്റൻസിന്റെ ശബ്ദമാണ് നാം കേൾക്കുന്നത്, കാറ്റിന്റെ ശബ്ദമല്ല നാം കേൾക്കുന്നത്, പ്രതിരോധത്തിന്റെ ശബ്ദമാണ് നാം കേൾക്കുന്നത്. ഇപ്പോൾ നമ്മളിങ്ങനെ ശൂളം വിളിക്കുന്നു, അത് കാറ്റിനെ എൻ്റെ ചുണ്ടുകൾ കൊണ്ട് ഞാൻ തടുക്കുമ്പോഴാണ് ശബ്ദം ഉണ്ടാകുന്നത്. തടുക്കാതെ ഞാൻ എത്ര ഊതിയാലും ശബ്ദം ഉണ്ടാകത്തില്ല. അത്രയെങ്കിലും ഗ്രഹിക്കാനുള്ള സാമാന്യ മൂളം നമുക്ക് വേണ്ടേ? അപ്പോൾ കാറ്റൊരു കെട്ടിടത്തിൽ അടിച്ചാൽ ശബ്ദമുണ്ടാകും, ഒരു മരത്തിലടിച്ചാൽ ശബ്ദമുണ്ടാകും. നമുക്കറിയാം, ഇപ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ എന്നാ പറയുന്ന ആട്ടിയാൽ, അല്ല കൈ ഇങ്ങനെ വീശിയാൽ ശബ്ദമുണ്ടാകത്തില്ല. എന്നാൽ എന്താ പറയുന്നത്, മാർഷ്യൽ ആർട്സ് പഠിച്ചിട്ടുള്ള വിദഗ്ധന്മാർ കൈ ഇങ്ങനെ വെക്കുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം കേൾക്കും. അത് ആ സ്പീഡിൽ അവർ അതുകൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അത് കാറ്റിന്റെ ശബ്ദമല്ല, അത് കാറ്റിൽ പ്രതിരോധിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശബ്ദമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ പേരിൽ എനിക്ക് ശബ്ദം ഉണ്ടാക്കിയേ മതിയാകൂ എന്ന് നിർബന്ധിക്കുന്ന വ്യക്തിയുടെ അവസ്ഥ എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവിനെ പ്രതിരോധിക്കുന്ന ആളുകൾക്ക് മാത്രമേ പരിശുദ്ധാത്മാവിന്റെ പേരിൽ ശബ്ദകോലാഹലം ഉണ്ടാക്കിയെങ്കിലേ ഞങ്ങൾക്ക് വൈകാരികമായ തൃപ്തി വരത്തുള്ളൂ. പരിശുദ്ധാത്മാവിന്റെ തനതായ സ്വഭാവത്തെ ചെറുക്കുന്നവർക്ക് മാത്രമേ ഇപ്രകാരം ശബ്ദകോലാഹലം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് സൂയിക്കത്തുള്ളൂ എന്ന ഒരു സ്റ്റാൻഡ്, ഒരു നിലപാട് കട്ടായമായിട്ട് പിടിക്കാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഇവർ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ പറയുമ്പോൾ ജനം ഒരു കെട്ടിടത്തിനകത്ത് കയറി ഇരുന്ന് കതവൊക്കെ അടച്ച് പേടിച്ച് വിറച്ചിരിക്കുകയാണ്. അത് കൃത്രിമമായൊരവസ്ഥയാണ്. നിങ്ങൾ കൃത്രിമമായ അവസ്ഥയിൽ പരിശുദ്ധാത്മാവുമായി ബന്ധം പുലർത്തുമ്പോൾ ശബ്ദമുണ്ടാകും, യാതൊരു സംശയമില്ല. നമുക്ക് കുറച്ചുകൂടി മുൻപോട്ട് വായിക്കാം. അത് സജി പൗലോസ് നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ വായിക്കുകയാണ്. പിന്നെ പറയുന്നത്, മുഴക്കമുണ്ടായി, അവർ ഇരുന്ന വീട് മുഴുവനും നിറച്ചു. അവര് പുറപ്പെടുവിച്ച ശബ്ദമല്ല ഇത്, അത് വേറെ ഒരു ശബ്ദമാണ്. അങ്ങനെ ശബ്ദം ഉണ്ടാകത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ രണ്ടാമത് പറയുന്നത്, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന ഒരു നാവ് അവർക്ക് പ്രത്യക്ഷമായി. ഈ പറയുന്ന ഏതെങ്കിലും സാഹചര്യത്തിൽ പരിശുദ്ധാത്മാവിന്റെ പേരിൽ അണ്ണാക്ക് കീറി അലറുന്ന സാഹചര്യത്തിൽ ആരെങ്കിലും പിളർന്ന നാവ് പോലെ, അഗ്നിജ്വാല പോലെ, ടങ്സ് ഓഫ് ഫയർ എന്ന് ഇംഗ്ലീഷിൽ പറയും, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവിടെങ്കിലും? ഈ പറയുന്ന ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അഗ്നിജ്വാല പോലെ പിളർത്തിരിക്കുന്ന നാവുകൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അലറിക്കൂ, യാതൊരു സംശയമില്ല, നിങ്ങൾ അലറിക്കൂ. അങ്ങനെയൊന്നും ഇല്ല സഹോദര. വേദപുസ്തകം പറഞ്ഞിട്ട് കള്ളം പറയരുത്. ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പൊറാട്ട നാടകത്തെ ന്യായീകരിക്കാനും നിലനിർത്താനുമായിട്ട് വേദപുസ്തകത്തെ ദുരുപയോഗം ചെയ്യരുത്. അത് പരിശുദ്ധാത്മാവിനോട് കാണിക്കുന്ന അവഹേളനമാണ്. ഞാൻ പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവിനെ ചെറുക്കുന്നതിന് സമാനമാണ് എന്ന് മനസ്സിലാക്കുക.
അവരിൽ ഓരോരുത്തരുടെ മേലും പതിച്ചു. നിങ്ങൾ ഏതെങ്കിലും ഒരു പെന്തക്കോസ്ത് പാസ്റ്റർ, നമ്മുടെ നാട്ടിൽ വളരെ അമർന്ന അനേകം പെന്തക്കോസ്ത് പാസ്റ്ററുണ്ട്. പിന്നെ ഇപ്പോൾ മറ്റുള്ളവരും അലർച്ച തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള അമറുന്ന ഏതെങ്കിലും ഒരു കൂട്ടായ്മയിൽ പോയി രണ്ട് കണ്ണും തുറന്നൊന്ന് നോക്കണം. അവിടെ ഇരിക്കുന്ന ആളുകളുടെ തലയുടെ മുകളിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും, മൂക്കിൻ്റെ അറ്റത്തോ ചെവിയുടെ മുകളിലോ എവിടെയെങ്കിലും അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ വന്ന് നൃത്തം ചവിട്ടുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കണം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തെ ആശ്രയിച്ചുള്ള നിലപാടെടുക്കുന്നത് കൊണ്ട് ഞാൻ ആ ഭാഗം ഉച്ചരിച്ചുകൊണ്ട് നിങ്ങളോട് പറയുകയാണ്. ഈ പറയുന്ന കാര്യവും അവകാശപ്പെടുന്ന കാര്യങ്ങളും തമ്മിൽ യാതൊരു പൊരുത്തവുമില്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയാത്തത്, നമ്മൾ പരിശീലിച്ച, നമുക്ക് ലഭിച്ച താരിഫുകൾക്കപ്പുറത്ത് എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അന്വേഷിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല. മാത്രവുമല്ല, അങ്ങനെ സത്യമുണ്ടെങ്കിൽ അതിനെ ഞങ്ങൾക്ക് ഭയമാണ്, സത്യത്തെ ഞങ്ങൾക്ക് ഭയമാണ് എന്ന ഒരേ ഒരു യാഥാർത്ഥ്യം കൊണ്ടാണ്, ആ നിലപാടിലാണ് വെളിപ്പെടുത്തുന്ന ആത്മീയ സത്യങ്ങളെ ചെറുത്ത് പരാജയപ്പെടുത്തുവാൻ, അതിനെ പുറന്തള്ളുവാൻ, അതിനെതിരെ കതക് കൊട്ടി അടയ്ക്കാൻ എന്തെങ്കിലും പഴുതുണ്ടോ എന്ന് അന്വേഷിച്ച് ഇങ്ങനെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന പ്രഹസനത്തിൽ സത്യത്തിന് നിരക്കാത്ത ആശയങ്ങൾ വിളമ്പുന്നത് എന്ന് ദയവായി 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 മനസ്സിലാക്കണമേ എന്ന് വിനീതമായി ഈ നമ്മുടെ കുഞ്ഞാണ്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ അപ്പച്ചൻ അപേക്ഷിക്കുകയാണ്, കേളപേക്ഷിക്കുകയാണ്. പിന്നെ ആന്റണി എന്ന് പറയുന്ന സഹോദരൻ ഇപ്രകാരം പറയുന്നു: ദൈവത്തെ കേൾപ്പിക്കാനല്ല ഉറക്ക പാടുന്നതും പ്രാർത്ഥിക്കുന്നതും, ഹൃദയത്തിൻ്റെ ഉൾപ്പൂവുകളെ അറിയുന്നവൻ ആണല്ലോ കർത്താവ്. വളരെ ശരിയാണ്. പക്ഷേ കർത്താവിനോടുള്ള സ്നേഹത്താൽ, ആത്മാവിൻ്റെ സന്തോഷത്താൽ ഓരോരുത്തരുടെ പ്രകൃതി അനുസരിച്ച് ശബ്ദ വ്യത്യാസങ്ങൾ ഉണ്ടാകുമല്ലോ. അപ്പോൾ കർത്താവ് നമ്മുടെ മധ്യത്തിൽ വരുന്നു. കർത്താവ് വരുന്നത് ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. പക്ഷെ അങ്ങനെയാണോ അല്ലയോ എന്ന് യഥാർത്ഥത്തിൽ ഒന്ന് ചിന്തിക്കണം. സാക്ഷാൽ കർത്താവ് നമ്മുടെ മധ്യത്തിൽ വന്നാൽ നമുക്ക് സന്തോഷമാണോ, ഞെട്ടലാണോ, വിലാപമാണോ ഉണ്ടാകുന്നത്? അത് അല്പം കാര്യക്ഷമമായി ചിന്തിക്കണമെന്ന പല സൂചനകൾ സുവിശേഷത്തിലുണ്ട്. ഇതിന് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് യേശു പഠിപ്പിച്ച 10 കന്യമാരുടെ ഉപമ. അവിടെ മധ്യത്തിൽ മണവാളൻ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ഒരു ആൾരൂപമായ, ഒരു പ്രതിരൂപമായിട്ടാണ്, ഒരു സിമ്പിളായിട്ടാണ് അവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്, ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ മണവാളൻ വന്നപ്പോൾ 10 കന്യകമാർ അവർ വലിയ ഉച്ചത്തിൽ ഓളയിട്ടെന്നോ അലറിയെന്നോ ഒന്നും അവിടെ പറയുന്നില്ല. അവരുടെ കയ്യിലുള്ള വിളക്ക്, ശബ്ദം പുറപ്പെടുവിക്കുന്ന വിളക്കിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ സഹോദരൻ, ഞാൻ കണ്ടിട്ടില്ല. നിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ? വിളക്കിനകത്ത് എണ്ണയുണ്ട് എന്ന് പറഞ്ഞതുപോലെ, എന്നാൽ മാത്രമേ വെളിച്ചം പുറപ്പെടുവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ പോലെ നിന്റെ ഉള്ളിൽ വല്ലതും. ഉള്ളിലില്ലാത്തവനാണ് ഈ കിടന്ന് വലിയ മാലപ്പടക്കം പോലെ പൊട്ടുകയും എരുമ പോലെ അമറുകയും ചെയ്തു. ദയവായി മനസ്സിലാക്കുക. അപ്പോൾ ഓരോരുത്തരുടെയും പ്രകൃതി അനുസരിച്ച് അവർ വലിയ ശബ്ദം ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. നമുക്കൊരു ഉദാഹരണം എടുക്കാം. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് വളരെ സന്തോഷമുള്ളൊരു അവസ്ഥയാണ് പെണ്ണ് കാണാൻ വരുന്നത്. നമ്മുടെ നാട്ടിൻ പുറത്തെ കാര്യം നമ്മുടെയൊക്കെ അവസ്ഥയാണ്. പെണ്ണ് കാണാൻ വരുന്നു, എന്നെ കാണാൻ ഒരു പുരുഷൻ വരുന്നു, വളരെ സന്തോഷമുള്ള അവസ്ഥയാണ്. ഇപ്പം നിങ്ങൾ ഇപ്പം തന്നെ ഈ ആൻ്റണി ഒരു യുവാവാണ് എന്ന് വിചാരിക്കുക. എനിക്കറിയില്ല, യുവാവാണെന്ന് വിചാരിക്കും. അദ്ദേഹം ഒരു 25-26 വയസ്സുള്ള സുമുഖനായ ഒരു യുവാവാണ്. ആര് കണ്ടാലും കൊതിക്കും. പൂവമ്പഴത്തിൻ്റെ നിറം, നല്ല തലമുടി, മുഖം കണ്ടാൽ ആരും ഒരു നിമിഷം ഒന്ന് പകച്ച് നിന്നു പോകും. ആ മുഖം കണ്ടാൽ ഏത് യുവതിയും കൊതിച്ചു പോകും, തന്നെ മറന്നു പോകും. അത്രമാത്രം ലാവണ്യത്തിൻ്റെ ആ വെളിച്ചം ഇങ്ങനെ അഭൗമമായ വിധത്തിൽ തളം കെട്ടിക്കിടക്കുന്ന മനോഹരമായ ഒരു മുഖത്തിൻ്റെയും അതിനനുയോജ്യമായൊരു വ്യക്തിത്വത്തിൻ്റെയും ഉടമയായ ആൻ്റണി പെണ്ണ് കാണാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ സന്തോഷം കൊണ്ട് കാണാൻ പോയ പെണ്ണ് വലിയ പോലെ അലറാൻ തുടങ്ങിയാൽ
ആന്റണി എന്ത് ചെയ്യും? 4 കാലം പറിച്ച് കണ്ട മഴയോട് രക്ഷപ്പെടത്തില്ല. ഇതെന്താണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത്? അപ്പൊ പറയുന്ന സങ്കീർത്തനങ്ങളിൽ അത്യുച്ചനാദത്തോടെ കർത്താവിനെ സ്തുതിക്കാൻ ആഹ്വാനമുണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ട ആന്റണി, പഴയ നിയമത്തിലോട്ട് പോയാൽ പല കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അതൊന്നും നമുക്ക് സ്വീകരിക്കാൻ കൊള്ളാവുന്ന കാര്യമല്ല. പഴയ നിയമത്തിൻ്റെ അവസ്ഥയിലല്ല നമ്മൾ ജീവിക്കുന്നത്. യേശുവിൻ്റെ കാലഘട്ടത്തിനു ശേഷം ക്രിസ്ത്യാനി എന്ന് അവകാശപ്പെടുന്ന വ്യക്തികൾ അവൻ്റെ പഠിപ്പീരുകളെ ആശ്രയിച്ചാണ് അവരുടെ ആത്മീയ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും നിലനിർത്തുകയും ചെയ്യേണ്ടത്. പഴയ നിയമത്തിൻ്റെ വാല് പിടിച്ച് നിൽക്കാനായിരുന്നെങ്കിൽ യേശു വരേണ്ട കാര്യമില്ലായിരുന്നു. നിങ്ങൾ യേശു ഏതെങ്കിലും സാഹചര്യത്തിൽ ശബ്ദമുയർത്തി സംസാരിക്കുകയോ ഇങ്ങനെ ലക്കും ലഗാനുമില്ലാതെ നിയന്ത്രണം വിട്ട് അമറുകയോ ചാടുകയോ മലക്കം മറിയുകയോ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പഴയ നിയമത്തിലുണ്ട്. ഉദാഹരണമായിട്ട് നീതിമാനായ രാജാവായ ദാവീദ് നഗ്നനായ നൃത്തം ചെയ്തു. യേശു നൃത്തം വല്ലതും ചെയ്തു? ഉടുതുണിയില്ലാതെ ഓടി നടന്നു? ഒന്നുമില്ലല്ലോ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പഴയ നിയമത്തിലുള്ള ആളുകൾക്ക് അവരുടേതായ അവ്യക്തമായ ആത്മീയമായ ധാരണകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വലിയ ശബ്ദമൊക്കെ ഉണ്ടാക്കി. എന്നാൽ പഴയ നിയമത്തിൽ പോലും ഇത് തെറ്റാണ് എന്ന ഒരു സൂചനയുണ്ട്. അതായത് ഏലിയാവ് പ്രവാചകൻ, ഇത് 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 17-ാം അധ്യായത്തിലെന്നാണ് എൻ്റെ ഓർമ്മ. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയി മലയുടെ മുകളിലായിരുന്ന ഏലിയാവിന് ദൈവത്തെ കാണണം. അപ്പോൾ വെളിപ്പെടുത്തണമെന്ന് ഏലിയാവ് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ദൈവം സ്വയം വെളിപ്പെടുത്തി. അപ്പോൾ ഏലിയാവ് വിചാരിച്ചു ദൈവം വെളിപ്പെടുത്തുമ്പോൾ വലിയ ഇടിനാദം അല്ലെങ്കിൽ മിന്നൽ ഇടി ഒക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ ഇടി വെട്ടി, പക്ഷേ അതിൽ ദൈവമില്ലായിരുന്നു. അല്ല, ഭൂകമ്പത്തിൽ കൂടെ ആയിരിക്കും എന്ന് പറയും. അപ്പോൾ ഭൂകമ്പം ഉണ്ടായി, മലയൊക്കെ കുലുങ്ങി, പക്ഷെ അതിനകത്ത് ദൈവമില്ലായിരുന്നു. വലിയ കൊടുങ്കാറ്റിൽ കൂടെ ദൈവം വരുമെന്ന് വിചാരിച്ചു. കൊടുങ്കാറ്റടിച്ചു, അതിൽ ദൈവമില്ലായിരുന്നു. പിന്നെ അവസാനം എന്താണ്? വളരെ നേരിയ ഒരു ശബ്ദം, സ്റ്റിൽ സ്മോൾ വോയിസ്. അത് പഴയ നിയമത്തിലുള്ള കാര്യമാണ്. അത് പിടിക്കത്തില്ല. അതൊരിക്കലും പറയത്തില്ല. ഇപ്പോൾ നമുക്കറിയാം, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ മോശ മിദ്യാനിൽ അമ്മായപ്പനായ യിത്രോവിൻ്റെ ആടുകളെ മേച്ച് നടന്ന കാലത്ത് ദൈവം അവന് പ്രത്യക്ഷപ്പെട്ടു. അവിടെ വലിയ ഇടിമുഴക്കവും കുന്തമൊന്നും ഇല്ലായിരുന്നു. അവിടെ മുൾപ്പടർപ്പ് കത്തുന്നതായിട്ട് കണ്ടു, ഒരു ദൃശ്യം കണ്ടു. അതൊരു പ്രത്യേകതയുള്ള ദൃശ്യമാണ്. അവിടെ ശബ്ദകോലാഹലമൊന്നുമില്ല. ദൈവം വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ മോശ അലറി കൂവി, അവിടെ കിടന്ന് കരണം മറിഞ്ഞു എന്നൊന്നും അവിടെ പറയുന്നില്ല. അവൻ ചിന്തിക്കുകയാണ്, മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. നമുക്കറിയാം, കന്യാമറിയാമിന് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അതുപോലെ ആഹ്ലാദം ജനിപ്പിക്കുന്നൊരു സമയമല്ലേ. അവൾ അങ്ങനെ അലറിക്കൂവി വിളിച്ചൊരു പാട്ട് പാടി, കന്യാമറിയായുടെ പാട്ട് പാടി. അങ്ങനെ പാട്ട് പാട് സഹോദര. അർത്ഥവത്തായ, കന്യാമറിയാമിൻ്റെ പാട്ടിനേക്കാൾ അർത്ഥവത്തായ ഒരു ഗീതം എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ പ്രകടിപ്പിക്കുക, സർഗാത്മകതയിൽ കൂടെ നിന്റെ സന്തോഷം പ്രകടിപ്പിക്കുക. ഈ മൊണ്ണത്തര നിർത്ത്. ഇത് വളരെ അരോചകമാണ്. കണ്ടു നിൽക്കുന്നവർക്ക് ഇവർക്ക് ഭ്രാന്താണോ എന്ന് തോന്നും. പക്ഷേ ഈ താരിഫ് മാത്രം പഠിച്ചത് കൊണ്ട് ഇതൊരിക്കലും അങ്ങോട്ട് വിടാൻ, ഞാൻ പിടിച്ച മുയലിന് 10 കൊമ്പെന്ന് പറയുന്ന പോലെ പിടിച്ചുകൊണ്ടിരിക്കും. ഇതിൽ എന്തെങ്കിലും അനുഗ്രഹം ആർക്കെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ലാഭമുണ്ടോ? എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരു 50 വർഷം ഇങ്ങനെ ഇരുന്ന് കുറച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നിങ്ങൾ പുറപ്പെടുവിക്കുന്ന ശബ്ദം കേൾക്കുന്ന ആർക്കെങ്കിലും ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം വന്നായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒറ്റ കാര്യമെങ്കിലും ചിന്തിക്കുക. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു എന്തുകൊണ്ടാണ് ഇങ്ങനെ വലിയ ശബ്ദകോലാഹലം ഉണ്ടാക്കാതെ ലോക ചരിത്രം പറഞ്ഞ ഏറ്റവും വലിയ രക്ഷണ്യ ശുശ്രൂഷ നിർവഹിച്ച് എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞ് പോയത്? ഇനി ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കും. ഇത് പരിശുദ്ധാത്മാവിൻ്റെ പേരിലാണല്ലോ. നിങ്ങൾ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 21, 22, 23 വാക്യങ്ങൾ വായിക്കണം. അവിടെ ആത്മാവിൻ്റെ ഫലങ്ങളെ പറ്റി പറയുന്നുണ്ട്. സമയം വിട്ടുപോകുന്നത് കൊണ്ട് ഞാൻ ആ ഭാഗം എടുത്ത് വിശദീകരിക്കുന്നില്ല. അവിടെ ആത്മാവിൻ്റെ 9 ഫലങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ഫലം, ആത്മാവിൻ്റെ വരങ്ങളെ പറ്റിയല്ല ഞാൻ പറയുന്നത്, ഏതെങ്കിലും ഒരു ഫലം
ശബ്ദം പുറപ്പെടുവിക്കുന്നതാണ്. ശബ്ദവുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളതാണ്. സ്നേഹം, സമാധാനം, സന്തോഷം, എവിടെയെങ്കിലും ശബ്ദത്തിൻ്റെ ആവശ്യമുണ്ട്? യാതൊരു ആവശ്യവുമില്ല. ശബ്ദകോലാഹലവും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രമേ നമ്മൾ കയറി പിടിക്കത്തുള്ളൂ. പശുവിനെ കറക്കുന്നതിന് പകരം എൻ്റെ വാല് ഇട്ടോട്ടും എപ്പോഴും താപ്പോട്ടും വലിക്കുകയാണ്. ഇതാണ് ആത്മാവ് നിറഞ്ഞ് നമ്മൾ കാണിക്കുന്ന പൊട്ടത്തരം. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, പശുവിനെ കറക്കുക, നിനക്ക് പാല് കിട്ടും. പശുവിൻ്റെ വാലിൽ നിന്ന് ആ പിടി അങ്ങ് വിട. നീ പശുവിൻ്റെ വാലിട്ട് വലിച്ചുകൊണ്ടിരുന്നാൽ നിനക്ക് ചാണകവും മൂത്രവുമേ കിട്ടത്തുള്ളൂ. അത് മാത്രമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ പരിതാപകരമായ അവസ്ഥയിൽ നിന്ന് ഒന്ന് വിടുതൽ പ്രാപിപ്പാൻ കർത്താവെ, ജനത്തിന് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കണമേ എന്ന് ഈ പ്രായം ചെന്ന വല്യപ്പച്ചന് പ്രാർത്ഥിക്കുകയല്ല ഞാൻ എന്ത് ചെയ്യാനാണ്. നമസ്കാരം.